ഓൺലൈൻ തട്ടിപ്പിൽ താണ സ്വദേശിക്ക് 7,04,450 രൂപ നഷ്ടമായെന്ന് സൈബർ പോലീസ്. ഇൻസ്റ്റാഗ്രാമിൽ ട്രേഡിംഗ് സംബന്ധമായ വീഡിയോ കണ്ട് ടെലഗ്രാം, ഇമെയിൽ എന്നിവ വഴി തട്ടിപ്പുകാർ കൊടുത്ത വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചാണ് ഇദ്ദേഹം വഞ്ചിക്കപ്പെട്ടത്. യൂട്യൂബിൽ വലിയ ഓഫറിൽ പശുക്കളെ വിൽക്കുന്നുണ്ടെന്നുള്ള വീഡിയോ പരസ്യം കണ്ട് ഓർഡർ ചെയ്ത കണ്ണൂർ സ്വദേശിക്ക് 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സൈബർ പോലീസ്. തട്ടിപ്പുകാർ പറഞ്ഞ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം താണ സ്വദേശി വെബ്സൈറ്റ് വഴി ട്രേഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്തതുപോലെ പരാതിക്കാരന് നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത പ്രോഫിറ്റോ നൽകാതെ ചതിക്കുകയായിരുന്നു. യൂട്യൂബിൽ വലിയ ഓഫറിൽ പശുക്കളെ വിൽക്കുന്നുണ്ടെന്നുള്ള വീഡിയോ പരസ്യം കണ്ട് ഓർഡർ ചെയ്ത് കണ്ണൂർ സ്വദേശിക്ക് 1 ലക്ഷം രൂപ നഷ്ടമായത് എങ്ങനെയെന്നും സൈബർ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ട നമ്പറിൽ വിളിച്ചപ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ് വിവരങ്ങൾ ശേഖരിക്കുകയും ഫാമിലെ പശുക്കളുടേതെന്ന് പറഞ്ഞ് ഫോട്ടോയും വീഡിയോയും നൽകി വിശ്വസിപ്പിക്കുകയുമായിരുന്നു. പണം ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് വഴിയും നൽകി. പിന്നീട് പശുക്കളെ വാഹനത്തിൽ കയറ്റി അയക്കുന്ന ഫോട്ടോയും വീഡിയോയും വാട്സപ്പ് വഴി ലഭിച്ചു. ഏറെ നാൾ കഴിഞ്ഞും ഡെലിവറി ലഭിക്കാതായപ്പോൾ ഫോൺ വഴി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു വിവരവും ലഭിക്കാത്തതോടെയാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായത്. ഇൻസ്റ്റഗ്രാം പരസ്യം കണ്ട് വാട്സപ്പ് വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി തട്ടിപ്പ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾക്കായി അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടമായത് 13,392 രൂപയാണ്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കുകയും വീഡിയോ കോൾ എടുക്കാതിരിക്കുകയും ചെയ്യണം. വിദേശത്ത് നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രോഡ് പണം വരാനും അത് ഹോൾഡ് ലൈൻ ആകാനുമുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത്. ഇത് ഫോണിലെ വിവരങ്ങൾ അവർക്ക് ചോർത്തി നൽകുന്നതിന് ഇടയാക്കും. അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞ് വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും ഒരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാറോ മറ്റ് ID വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.